വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് വരാപ്പുഴയിലുള്ള കടമക്കുടി എന്ന ഐലൻഡിലേക്കാണ് പോകാൻ പോകുന്നത്. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഞാനും ഹസ്ബൻഡും മോനും കൂടിയാണ് പോകുന്നത്. പോണ വഴിക്ക് ദേശീയപാതയുടെ പണിയൊക്കെ നടക്കണ കാണാൻ പറ്റുന്നുണ്ട്. ഈ കാണാണ്ട ഷാപ്പുംപടി ജംഗ്ഷന്. ഇതിലേക്കൂടെയാണ് നമ്മ കടമാക്കുടിയിലേക്ക് പോകുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു തിയേറ്റർ ഉണ്ട്. പറവൂർക്കാർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, എം സിനിമാസ്. ഇപ്പം ആ തിയേറ്ററിൽ ARM എന്ന് പറഞ്ഞ സിനിമയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. തിയേറ്ററിൻ്റെ അപ്പുറത്തായിട്ട് ഒരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ പള്ളിയാണ്, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്താണ് വരാപ്പുഴ മാർക്കറ്റ്, അതായത് ചെട്ടിഭാഗം മാർക്കറ്റ്. ധാരാളം ആൾക്കാരാണ് അവിടെ വന്നു പോണത്. പച്ചക്കറി വിൽക്കുന്ന ആൾക്കാർ, മീൻ വിൽക്കണവർ, ഇറച്ചി വിൽക്കുന്നവർ, ഹാർബറിൽ മീൻ കൊടുക്കാൻ വന്നവർ മുതൽ അങ്ങനെ എല്ലാവരും വരാറുണ്ട്. ഈ വഴിയുടെ ഇവിടെ ഉണ്ടാ പഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യണത്. ഈ കാണുന്ന അമ്പലം ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു അമ്പലമാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടൊക്കെ ഉണ്ട് അവിടെ. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കടമക്കുടി ഐലൻഡ് സ്റ്റാർട്ട് ചെയ്യണത്. ഈ സൈഡിലൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് വലിയ രീതിയിലുള്ള റെസ്റ്റോറൻ്റൊക്കെ വന്നേക്കണത്. സ്ഥലമൊക്കെ നല്ല കാണാൻ ഭംഗിയാണ്. നമുക്ക് വൈകുന്നേര സമയങ്ങളിലൊക്കെ സമയം ചെലവഴിക്കാനായിട്ട് അടിപൊളിയാണ്. പകല് കടകളൊന്നും ഉണ്ടാവില്ല. വൈകുന്നേര സമയത്തൊക്കെ കടയൊക്കെ ഉണ്ടാകും, തട്ടുകട പോലുള്ള കടകളൊക്കെ. അവിടെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് എല്ലും കപ്പയും. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. കെട്ടിൻ്റെ സൈഡിലൊക്കെ ഇട്ട് പാവൽപ്പൂക്കളൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. രാവിലെയും വൈകിട്ടൊക്കെ ഇവിടെ കുറേ ആൾക്കാരൊക്കെ വരാറുണ്ട്. ഈ സൈഡിലായിട്ട് വ്യായാമം ചെയ്യണ ഉപകരണമൊക്കെ ഉണ്ട്. അതിലൊക്കെ അവർ വ്യായാമം ചെയ്യണ കാണാറുണ്ട് കേട്ടോ. ആ കാണുന്ന മരത്തിൻ്റെ മുകളിലായിട്ടൊരു ഹട്ട് പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അതൊന്നും കാണാനില്ല. മുൻപുണ്ടായിരുന്നത് നല്ല ഭംഗിയായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടി. നമ്മളിപ്പോൾ എവിടെയാണുള്ളത് മനസ്സിലായോ? കടമക്കുടിയിലാണ്. കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, പല സിനിമകളും ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണത്. അതിമനോഹരമായ സ്ഥലമാണ്. ചുറ്റും ചെമ്മീൻ കെട്ടുകളാണ്. അവിടെയൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം, ഫുൾ ചെമ്മീൻ കെട്ടാണ്. അവിടെ മാടങ്ങളുണ്ട്. ചെമ്മീൻ കെട്ടിന് നടുവിലായി കുറേ നീർക്കാക്കകളൊക്കെ ഇരിക്കുന്നത് നമുക്ക് കാണാം. ദൂരെയായിട്ട് നമുക്കൊരു മാടം കാണാം. ഈ മാടത്തിലാണ് ഈ കെട്ടെടുക്കുന്നവർ താമസിക്കുന്നത്. ഈ ചെമ്മീൻ കെട്ടിന് കാവൽ നിൽക്കുന്നതിന് വേണ്ടിയാണ് ആൾക്കാർ മാടത്തിൽ താമസിക്കുന്നത്. കൂടുതൽ രാത്രി കാലങ്ങളിലാണ് ചെമ്മീൻ കെട്ടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ആൾക്കാർ മാടത്തിൽ താമസിക്കാറ്. ചിലർ സ്വന്തം കെട്ടുള്ളവരുണ്ട്, അല്ലാതെ ജോലിക്കാരായി വരുന്നവരുണ്ട്. അവരും ഈ മാടത്തിൽ താമസിച്ചാണ് ഇവിടെ ജോലി ചെയ്യണത്. ഇവിടെ കെട്ടുകലക്കം എന്ന് പറഞ്ഞ ഒരു ആഘോഷം നടക്കാറുണ്ട്. വലിയൊരു ആഘോഷമാണത്. നിഷാൻ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെള്ളത്തിൽ കല്ല് പിറക്കി എറിഞ്ഞാണ് അവൻ കളിക്കണത്. ഓളം വരുന്നുണ്ട് വെള്ളത്തിൽ കല്ലെറിയുമ്പോൾ. അവന് നല്ല രസമായി തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അവൻ കല്ലെടുത്തെറിയണത്. കെട്ടിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് നെല്ല് കാണാം. സാധാരണ 6 മാസം ചെമ്മീൻ കൃഷിയും അത് കഴിഞ്ഞ് 6 മാസം നെൽകൃഷിയുമാണ്. പക്ഷേ ഈ കാലത്ത് നെൽകൃഷിയൊക്കെ കുറവാണ്. അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമേ നെൽകൃഷിയൊക്കെ കാണുന്നുള്ളൂ. നമ്മുടെ കോട്ടുവള്ളിയിലും ഇതേപോലെ ചെമ്മീൻ കെട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നെൽകൃഷിയൊന്നുമില്ല. ഏഴിക്കര ആ ഭാഗങ്ങളിലൊക്കെ നെൽകൃഷി ഉണ്ട് കേട്ടോ. ഈ സൈഡിലായിട്ട് നമുക്ക് കുറേ കടകളൊക്കെ കാണാൻ സാധിക്കും. ഇപ്പം ഒന്നും തുറന്നിട്ടില്ല. വൈകുന്നേര സമയങ്ങളിലാണ് കടകളൊക്കെ തുറക്കാറ്. അപ്പം ധാരാളം ആൾക്കാർ വരാൻ. നമുക്ക് തോന്നും നമ്മുടെ സ്ഥലത്ത് കാണാൻ മാത്രം ഒന്നുമില്ലെന്ന്. പക്ഷേ ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇവിടെ സന്ദർശിക്കാനായിട്ട് എത്താറുണ്ട്. കെട്ടിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഇതേപോലെ വരമ്പ് കാണാൻ പറ്റും. ഈ വരമ്പിലൂടെയാണ് കെട്ടിലേക്ക് എത്തുന്നത്. എല്ലാവരും ഇതിലേക്കൂടെയാണ് നടന്നു പോകുന്നത്. വരമ്പ് കണ്ട. ഒരു യമണ്ടം പ്രേമകഥ, വെടിക്കെട്ട് തുടങ്ങിയ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണിത്. കെട്ടുകലക്ക സമയത്ത് ഇതിലെ മീനും ചെമ്മീനൊക്കെ പിടിച്ച് അതുകൊണ്ട് വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ വിൽക്കാറുണ്ട്. അതിനു വേണ്ടി തന്നെ ധാരാളം ആൾക്കാരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ചെമ്മീൻ കെട്ടിൻ്റെ അവിടെയായിട്ട് നമുക്കൊരു തൂമ്പ് കാണാം. ഇതിൽ കൂടെയാണ് കെട്ടിലേക്ക് ആവശ്യമുള്ള വെള്ളം കയറ്റി വിടുന്നതും പുറത്തേക്ക് ഒഴുക്കി കളയുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.